കൂട്ടക്കൊലയിൽ നടുക്കം മാറാതെ നാട്. മുത്തശ്ശിയുടെ വീട്ടിൽ പ്രതി എത്തുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പ്രതി അഫാൻ ലഹരി ഉപയോഗിച്ചുവെന്ന് പോലീസ്. കൊലകൾക്കായി പ്രതി സഞ്ചരിച്ചത് 25 കിലോമീറ്റർ. ആദ്യം ആക്രമിച്ചത് അമ്മയെ, ഒടുവിൽ കൊലപ്പെടുത്തിയത് അനുജനെ. ലത്തീഫും ഭാര്യ സാജിദയും കൊല്ലപ്പെട്ടത് ഉച്ചയ്ക്ക് ശേഷമെന്ന് പോലീസ്. ലത്തീഫിന്റെയും സാജിദയുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് സാമ്പത്തിക ബാധ്യതയെന്ന പ്രതിയുടെ ന്യായീകരണം. ആരും സഹായിക്കാത്തതിനാൽ കൊലപ്പെടുത്തിയെന്നും മൊഴി. ലത്തീഫിന്റെ വീട്ടിൽ പ്രതി മോഷണ ശ്രമം നടത്തിയെന്ന് പോലീസ്. മൽപ്പിടുത്തം നടത്തിയതിന് തെളിവുണ്ടെന്ന് നെടുമങ്ങാട് ഡിവൈഎസ്പി. റൂറൽ എസ്പിയുടെ നേതൃത്വത്തിൽ സമഗ്രാന്വേഷണം. നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിക്കെതിരെ വിചാരണ കോടതിയിൽ അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകി. പൾസർ സുനി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുവെന്ന് കോടതിയെ അറിയിച്ചു. നടപടി കുറുപ്പമ്പടിയിൽ ബാറിൽ കയറി ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട്. സുനിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യം. കോൺഗ്രസിലെ കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ട് ഹൈക്കമാൻഡ്. കെ സുധാകരൻ അടക്കം പ്രധാന നേതാക്കളെ വെള്ളിയാഴ്ച ഡൽഹിക്ക് വിളിപ്പിച്ചു. തരൂർ വിഷയം ഉൾപ്പെടെയുള്ളവ ചർച്ചയാകും. എംപിമാരും ചർച്ചയിൽ പങ്കെടുക്കണം. ശശി തരൂരും ചർച്ചയിൽ പങ്കെടുക്കും. കാസർഗോഡ് കൊളത്തൂരിൽ നിന്ന് വനം വകുപ്പ് പിടികൂടിയ പുലിയെ ജനവാസ മേഖല ഉൾപ്പെടുന്ന വനപ്രദേശത്ത് തുറന്നുവിട്ടതായി പരാതി. വനം വകുപ്പ് അധികൃതർ വാഹനങ്ങളിലെത്തി പുലിയെ തുറന്നുവിട്ടുവെന്ന ആരോപണം. ആശങ്കയിൽ പ്രദേശവാസികൾ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. ശ്വാസതടസ്സം കുറഞ്ഞു. വൃക്കരോഗങ്ങളിലും ആശങ്ക വേണ്ട എന്ന് വക്തിക്കാൻ. ഓക്സിജൻ നൽകുന്നത് തുടരുമെന്ന് ഡോക്ടർമാർ. ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ ഇന്ന് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ പോരാട്ടം. മത്സരം ഉച്ചയ്ക്ക് 2:30 റാവൽപിണ്ടിയിൽ. രണ്ടാം ജയം ലക്ഷ്യമിട്ട് ഇരു ടീമുകളും ഇറങ്ങും.